ഹായ് ഗായ്സ്. അപ്പോൾ ഞാനും നമ്മുടെ സുഹൃത്ത് ഹബീബ് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഫാമിലിയും കൂടെ ഇന്ന് ചുങ്കത്ര പാലിയേറ്റീവിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട്. അത് നമ്മുടെ ഭിന്നശേഷിക്കാരുടെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ പോവാണ്. നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അല്പം തിരക്കിലായിരുന്നു, ക്ഷമിക്കുക. പ്രിയരെ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷവും അതിലേറെ ആനന്ദകരവുമുണ്ടായ ഒരു നിമിഷമാണ് കടന്നുപോയത്. മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കത്രയിൽ സ്നേഹത്തിൻ്റെ നിറകുടമായ സ്നേഹതീരത്തിൽ ഞങ്ങളും എത്തി. നന്മ വറ്റാത്ത മനസ്സുമായി ഒരുപാട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് വളണ്ടിയർമാർ സുസജ്ജമാണ് സ്നേഹതീരത്തിൽ. മരണം മുന്നിൽ കാണുന്ന രോഗിക്ക് പോലും സ്നേഹതീരം വളണ്ടിയർമാരെ കാണുമ്പോൾ പുഞ്ചിരി വിടരും. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു കരുതലാണ് സ്നേഹതീരം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി ടീച്ചർ പോലും വളണ്ടിയറായി മാറുന്ന ഒരു നേർക്കാഴ്ചയാണ് അവിടെ കാണാൻ സാധിക്കുക. ഭിന്നശേഷിക്കാരുടെയും കിടപ്പ് രോഗികളുടെയും ഒരു ആശ്രയമാണ് ഈ സ്ഥാപനം. 5ഓളം ഹോം കെയർ ടീം എല്ലാ ദിവസവും ചുങ്കത്തറയുടെ വിവിധ ഭാഗങ്ങളിലായി പോകുന്നു. ചുങ്കത്തറയുടെ വ്യാപാരികളുടെയും മറ്റു ജനങ്ങളുടെയും സപ്പോർട്ട് ഈ സ്ഥാപനത്തിന് ഉണ്ട്. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഒരു ബർത്ത്ഡേ ആഘോഷം നടന്നു. ഞാൻ വിചാരിച്ചു ഏതോ കൊച്ചു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. നോക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രിയപ്പെട്ട ത്രേസ്യാമ്മ ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഒരു കുട്ടിയെ സന്തോഷിപ്പിക്കുന്ന പോലെ അവർക്ക് ചുറ്റും വളണ്ടിയർമാരും മറ്റു എല്ലാവരും നിന്ന് സന്തോഷിപ്പിക്കുന്നത് കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലവും ഇന്ന് ഈ ഭൂമിയിലില്ലാത്ത എൻ്റെ ഉമ്മാനെയും ഓർമ്മ വന്നു. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരുപാട് വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളുമായി സന്തോഷം പങ്കിട്ടു. നല്ല അടിപൊളി ഫുഡായിരുന്നു അവിടെ. ആ ഒരു രംഗം കണ്ടാൽ തന്നെ അവർ ഭക്ഷണം കൊടുക്കുന്ന ആ ഒരു രംഗം കണ്ടാൽ തന്നെ അവിടെയുള്ള ആ സ്ഥാപനത്തിൻ്റെ രക്ഷകർത്താക്കളുടെയും മറ്റും മനസ്സിൻ്റെ വലിപ്പവും അവിടെ എത്തിയവർ അവർക്ക് എത്രമാത്രം വിലപ്പെട്ടതാണ് എന്നും അവരുടെ കരുതലും മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നതാണ്. അങ്ങനെ വർണ്ണാഭമായ ഒരു പൂന്തോട്ടത്തിലെ ചിത്രശലഭങ്ങളെ പോലെ അവരുടേതായ ലോകത്തിൻ്റെ വർണ്ണപ്പകിട്ട് കൂട്ടാൻ സ്നേഹതീരം എന്ന ഈ സ്ഥാപനത്തിന് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അപ്പോൾ ഗായ്സ്, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയമെന്നും ഓർമ്മിപ്പിച്ച് എല്ലാവരോടും ബായ്.